നിരവധി അതായത് ആശങ്കയുടെ ഒരു നടുവിൽ തന്നെയാണ് ഇവർ. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയിൽ തന്നെയാണല്ലോ ഇപ്പം ഇങ്ങനെ. അതെ അതെ, ഞങ്ങളൊക്കെ കൂട്ടുകാരാണ്. എന്നെയും വിളിച്ചതാണ്, ഞാനും പോരാന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞ് ഞങ്ങൾ പൊയ്ക്കോളാം ചേച്ചി, ഇവിടെ നിന്നോളാൻ പറഞ്ഞു. ഞാനിവിടെ ജോലി ചെയ്തുകൊണ്ട് നിൽക്കുമായിരുന്നു, ഇവിടെ വീട്ടിലിവിടെ വിളയിൽ പറമ്പിൽ. അങ്ങനെയാണ് അവർ പോയത് 3 പേരും. ഫോണിൽ നിന്നൊരു കോൾ ഉണ്ടായിരുന്നു അല്ലേ? അതിനുശേഷം നിങ്ങൾ വിളിച്ചപ്പോൾ കിട്ടിയിരുന്നു? അന്നേരം കിട്ടിയിരുന്നു, ഒരു പ്രാവശ്യം കിട്ടി, പിന്നെ കിട്ടിയില്ല. അപ്പോൾ പറഞ്ഞത് ആനയെ കണ്ട് പേടിച്ച് അവിടെ നിൽക്കാൻ. പേടിച്ച് ഞങ്ങൾ മാറി പോവുകയാണ്, പിന്നെ വിളിക്കല്ലേ, പോകണം, ഞങ്ങൾക്ക് മിണ്ടാൻ പറ്റൂല, ഞങ്ങളൊരു പാറപ്പുറത്തോട്ട് കയറി പോവുകയാണെന്ന് പറഞ്ഞു. പിന്നെ ഫോൺ എടുത്തിട്ടില്ല, ഫോൺ സ്വിച്ച് ഓഫ് എന്നാണ് പറഞ്ഞത്. സ്വിച്ച് ഓഫ്, പിന്നെ വിളിച്ചിട്ടില്ല. ഇങ്ങനെ ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഈ നാട്ടുകാർക്ക് ആർക്കെങ്കിലും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? എങ്ങനെ കാണുന്നത്? സംഭവിച്ചിട്ടുണ്ട്. 2-3 പേര് ഇവിടെ ഈ കാട്ടിലിങ്ങനെ വഴി തെറ്റി പോയിട്ടുണ്ട്, പോയിട്ട് തിരിച്ച് വന്നിട്ടുമുണ്ട്. പക്ഷേ ഇതിപ്പോൾ ഒരു 3ാമത്തെ പ്രാവശ്യമാണ്, 3ാമത്തെ ആളാണ്. അതിപ്പോൾ എന്ത് സംഭവിച്ചെങ്ങനെയാണെന്ന് ഞങ്ങൾക്കറിയില്ല, എങ്ങനെയാണെന്നും അറിയില്ല. നിങ്ങളൊക്കെ ഇപ്പോൾ ഈ ഉറക്കം വെച്ച് ഇങ്ങനെ കാത്തിരിക്കുകയാണ് അല്ലേ? നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലേ? ഇങ്ങനെ 2 ആളുകൾ ഇങ്ങനെ ഉറക്കം ചെയ്തിരിക്കുന്നതാ, ആളെ നോക്കി. എങ്ങനെയാണ്? ഇങ്ങനെ ഒന്നും പറയാനില്ല. നമ്മൾ ഏറ്റവും മൂത്ത ആളാണ്. 57 മുതൽ ഇവിടെ താമസിക്കുന്നത്. ഇതുവരെ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടില്ല, ആദ്യമായിട്ടാണ്. എന്നും പറയുന്നു വരുമെന്നുള്ള പ്രതീക്ഷയിലിരിക്കുക. എന്തായാലും അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു സങ്കടകരമായിട്ടുള്ളൊരവസ്ഥയാണ് നിലവിലുള്ളത്. കാരണം ഇന്നലെയാണ് ഈ സംഭവം ഉണ്ടായത്. നേരത്തെ ഇവിടുത്തെ പശുവിനെ കാണാതെ പോയി. അങ്ങനെയാണ് ഈ 3 പേരും, തൊട്ടടുത്ത് തന്നെയാണ് വനമുള്ളത്, ആ വനത്തിലേക്ക് കയറി പോവുകയാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ അവിടെ എത്തി അതിനുശേഷം ഇവർ ഫോണിൽ വിളിച്ചു ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ പറഞ്ഞത് ആനയുണ്ട്, ആ മേഖലയിലൊക്കെ തന്നെ വലിയ കാട്ടാനകൾ, അതോടൊപ്പം തന്നെ മറ്റ് വന്യമൃഗങ്ങളൊക്കെ ഉള്ള ഒരു പ്രദേശം കൂടിയാണ്, അതുകൊണ്ട് ആനയുണ്ട്, വിളിക്കല്ലേ എന്നാണ് ഇവരോട് പറഞ്ഞത്. പക്ഷേ അതിനുശേഷം ഇന്നലെ രാത്രി ഏകദേശം 5-6 പോയിന്റുകൾ കേന്ദ്രീകരിച്ച് വനംവകുപ്പിൻ്റെ നേതൃത്വത്തിൽ, നാട്ടുകാരുടെ നേതൃത്വത്തിൽ, അഗ്നിരക്ഷാസേനയുടെ നേതൃത്വത്തിൽ, പോലീസിൻ്റെ നേതൃത്വത്തിൽ തെരച്ചിൽ നടത്തിയിരുന്നു. പക്ഷേ എന്നിട്ടും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അത് രാത്രി കൂടിയായിരുന്നു, അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള വെളിച്ചക്കുറവും മറ്റ് ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായിരുന്നു. ഇന്നൊരു 7:30 മണിയോടുകൂടി കൂടുതൽ തെരച്ചിൽ വ്യാപകമായി നടത്താൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് നാട്ടുകാർക്കും മറ്റു പോലീസിനും മറ്റ് ബന്ധപ്പെട്ട വിഭാഗങ്ങൾക്കുമൊക്കെ ഉള്ളത്. അതിൻ്റെ ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ഇവർ കഴിച്ചുകൂട്ടുന്നത്. എന്തായാലും 3 പേരെയാണ് കഴിഞ്ഞ ദിവസം കാണാതായത്. DFO അടക്കം ഇവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് ഈ ഡ്രോൺ പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. ഈ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് പലയിടങ്ങളിലേക്കും എത്തി. ചിലയിടങ്ങളിൽ റേഞ്ച് ഇല്ലാത്ത പ്രശ്നങ്ങളുണ്ട്. കാരണം ഇത് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന പ്രദേശം ജനവാസ മേഖലയാണ്. ഇവിടെ നിന്ന് അകത്തേക്കാണ് കാട് വനമേഖല ഉള്ളത്. ആ വനമേഖലയിൽ റേഞ്ച് ഇല്ലാത്ത പ്രശ്നമുണ്ട്. അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ തടസ്സമാകുന്നുണ്ട്. ഈ വഴിയിലൂടെയാണ് അവർ പോയിട്ടുള്ളത്. ഈ വഴിയിലൂടെ നടന്ന്, ഇത് ജനവാസ മേഖലയും അതോടൊപ്പം തന്നെ വനമേഖലയും ചേരുന്ന ഒരു പ്രദേശമാണ്. ഏറ്റവും അവസാനത്തെ വീട് ഉൾപ്പെടുന്ന ഒരു പ്രദേശമാണിത്. ഏറ്റവും അവസാനത്തെ വീടാണ് നമുക്ക് ഈ കാണുന്നത്. അതിനുശേഷം നേരെ അങ്ങോട്ട് കിടക്കുന്നതാണ് കുട്ടമ്പുഴ വനമേഖല. ഇതിനങ്ങോട്ട് കൊടും കാടെന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം, ആ നിലയാണുള്ളത്. സ്വാഭാവികമായിട്ടും ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ പശു ഒക്കെ ഇവർക്ക് ഉപജീവന മാർഗ്ഗമാണ്. അതുകൊണ്ട് ഈ പശുവിനെ പോയി കാണാതായതൊക്കെ തന്നെ ഇവർക്ക് സംബന്ധിച്ചിടത്തോളം വലിയ വേദനയും അല്ലെങ്കിൽ ബുദ്ധിമുട്ടും ഒക്കെയാണ്. അങ്ങനെയാണ് തിരഞ്ഞു പോയത്. പക്ഷേ ഇങ്ങനെ സംഭവിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും ഈ രാത്രിയൊക്കെ തന്നെ ഇവർ ഉറക്കമിളച്ച് കാത്തിരിക്കുക തന്നെയായിരുന്നു. വലിയ ആശങ്കയുടെ മണിക്കൂറുകളൊക്കെ തന്നെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ വനം മേഖല അങ്ങ് അകത്തേക്ക് നന്നായി തന്നെ ഉണ്ട്. ഇതിലൂടെയാണ് ഇവർ നടന്നു പോയിട്ടുള്ളത്. അതുകൊണ്ട് എവിടെയാണ്, എന്താണ്, എങ്ങനെയാണ് എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു വ്യക്തത കുറവുണ്ട്. ആ ഒരു പ്രശ്നമാണ് ഇവരെ അലട്ടുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമെന്ന് പറയുന്നത്. ഇതിലൂടെയാണ് ഈ വനമേഖല നിലനിൽക്കുന്നത്. ഇത്തരത്തിൽ ഈ വഴിയിലൂടെ കടന്ന് അകത്തേക്ക് പോയിട്ടാണ് ഉള്ളത്. അത് എങ്ങനെയാണ് എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ കൂടുതൽ കാര്യങ്ങൾ ഇനിയും നോക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണാം വനംവകുപ്പിൻ്റെ ആ ഒരു ബാർ വച്ചിരിക്കുന്നത്. ഇതിനപ്പുറത്തേക്കാണ് വനമേഖല, ആഴത്തിലുള്ള വനമേഖല തന്നെയാണ്. അതുകൊണ്ട് ചെക്ക് ഡാം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ ഇതിനകത്തുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ ഇങ്ങനെ ഒറ്റപ്പെട്ടു പോവുക എന്ന് ഒട്ടും അവർ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. കാരണം വഴിതെറ്റി പോവുകയാണ് ഉണ്ടായിട്ടുള്ളത് അകത്ത്. കാരണം കാട്ടിൻ്റെ അകത്ത് ചെന്നുപെട്ടാൽ എല്ലാ വഴിയും സ്വാഭാവികമായിട്ടും ഒരുപോലെ തന്നെ ഇരിക്കും. അതെങ്ങനെ എങ്ങോട്ടൊക്കെ മാറണമെന്ന് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തത ഉണ്ടായിരിക്കില്ല. മാത്രമല്ല ചിലപ്പോൾ വന്യമൃഗങ്ങളെയൊക്കെ കണ്ടിട്ടുണ്ടാകും. അവർ ഫോൺ വിളിച്ചപ്പോൾ അങ്ങനെയാണ് പറഞ്ഞതെന്നും പറയപ്പെടുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ആ നിലയിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത്
സംബന്ധിച്ചിടത്തോളമുള്ളത്. എവിടെയാണ് അവർ ഇപ്പോൾ ഉള്ളതെന്ന കാര്യങ്ങളിലൊന്നും തന്നെ വ്യക്തതയില്ല. ഇപ്പോഴും 6 മണി കഴിഞ്ഞ ശേഷവും ഇരുട്ട് മൂടിക്കിടക്കുന്ന ഒരു അന്തരീക്ഷമുണ്ട്. തെളിഞ്ഞു വരണമെങ്കിൽ 7 മണിക്ക് ശേഷമാകണം. ഒരുപക്ഷെ നേരം വെളുക്കുമ്പോൾ അവർ സുരക്ഷിതമായി ഏതെങ്കിലും ഒരു പ്രദേശത്തുണ്ടെങ്കിൽ തിരിച്ചെത്തുമെന്ന പ്രതീക്ഷ ഇവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അല്ലെങ്കിൽ ഇന്നലെ മുതൽ ഭക്ഷണം കഴിക്കാതിരിക്കുകയായിരിക്കും. അപ്പോൾ ഏതെങ്കിലും തളർച്ചയോ മറ്റു കാര്യങ്ങളോ ഉണ്ടായിട്ടുണ്ടോ എന്ന ആശങ്കയുമുണ്ട്. അങ്ങനെയെങ്കിൽ അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ നോക്കുവാനും വീക്ഷിക്കുവാനും ഒക്കെ വേണ്ടി വനംവകുപ്പിൻ്റെ ബൃഹത് ടീം, ഇതിനകത്ത് 2 ടീമുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് ടീമുകളൊക്കെ തന്നെ ഇവിടെ ക്യാമ്പ് ചെയ്ത് കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്.